ബ്രഹ്മപുരത്തെ അമ്മമാർക്ക് പ്രണാമം. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം ശാസ്തമംഗലം ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യങ്കിരാ ദേവി ക്ഷേത്രത്തിലെ 29ാമത് മകരപ്പൂരം മഹോത്സവം 2025 ജനുവരി 9 മുതൽ 18 വരെ സമുചിതമായി നടക്കുകയുണ്ടായി. അതിൽ 9ാം ഉത്സവ ദിവസത്തിൽ ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാലയുടെയും ക്ഷേത്ര ചടങ്ങുകളുടെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ക്ഷേത്രവിശേഷങ്ങളും കാഴ്ചവയ്ക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഇന്ന് ഭക്തിപുരസ്സരം സമർപ്പിക്കുന്നു. ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യങ്കിരാ ദേവി ക്ഷേത്രവിശേഷങ്ങൾ. സർവമത തീർത്ഥാടന കേന്ദ്രമെന്നറിയപ്പെടുന്ന ശാസ്തമംഗലം ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യങ്കിരാ ദേവി ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തോടു കൂടി ആരാധിക്കപ്പെടുന്നതാണ് ശ്രീ മഹാലക്ഷ്മി ദേവിയും ശ്രീ പ്രത്യങ്കിരാ ദേവിയും. സർവ ഐശ്വര്യകളായ ശ്രീ മഹാലക്ഷ്മി ദേവി, പ്രത്യങ്കിരാ ദേവി, അഷ്ടലക്ഷ്മി, ബുദ്ധിസിദ്ധി ഗണപതി ഭഗവാൻ, കുബേര ഭഗവാൻ, കുബേര ഭഗവതി, ശ്രീകൃഷ്ണ ഭഗവാൻ, മൂകാംബിക ദേവി, ബ്രഹ്മദേവൻ, സർപ്പദൈവങ്ങൾ, ദേവാരമൂർത്തികൾ എന്നീ ദേവതകളെയും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. ഈ ദേവതകൾക്ക് 2025 മാർച്ച് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പുനഃപ്രതിഷ്ഠയും കുംഭാഭിഷേകവും നടക്കുന്നു. നാളികേരം കൊണ്ട് സർവ്വദോഷങ്ങളും തീരുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ഇവിടം. ദേവിമാരുടെ തിരുനടയിൽ എല്ലാ ഭക്തജനങ്ങളും ഒരുമിച്ച് ഒരു വാർപ്പിൽ അരിയിടുന്ന സമൂഹ പൊങ്കാലയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 1 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ 1ാം ദിവസം തൃക്കൊടിയേറ്റും, തുടർന്ന് മറ്റുള്ള ദിവസങ്ങളിൽ വിവിധതരം പൂജകളും ക്ഷേത്ര ആചാരങ്ങളും ദീപക്കാഴ്ചകളും ഒരുക്കുന്നു. 9ാം ഉത്സവത്തിൽ നടക്കുന്ന പൊങ്കാലയ്ക്ക് പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കൗണ്ടറിൽ പണമടച്ച് രസീത് കൈപ്പറ്റിയാൽ ഈ പൊങ്കാലയിൽ പങ്കെടുക്കാം. വലിയ വാർപ്പിൽ തയ്യാറാക്കുന്ന പൊങ്കാലയിൽ ക്ഷേത്രതന്ത്രി അരിയിട്ടു കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് രസീത് എടുത്തിട്ടുള്ളവർക്ക് ഭക്തി ആദരവോടുകൂടി ആ ഉരുളിയിൽ അരി സമർപ്പിക്കാം. തുടർന്ന് 10ാം തിരു ഉത്സവത്തിൽ ഉച്ചതിരിഞ്ഞ് നടക്കുന്ന പുറത്തെഴുന്നള്ളിപ്പാണ് മറ്റൊരു വിശേഷം. ദേശം ചുറ്റി വരുന്ന വർണ്ണശബളമായ മകരപ്പൂരം ഘോഷയാത്രയിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. ബ്രഹ്മപുരത്തെ അമ്മമാരെ പുറത്ത് എഴുന്നള്ളിച്ച് മണ്ഡപത്തിൽ ഇരുത്തി എല്ലാ ഭക്തരും പറയിടുന്നതിന് ശേഷം നാന്തകത്തിൽ ശ്രീ പ്രത്യങ്കിരാ ദേവിയെയും ചിലമ്പിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയെയും ആവാഹിച്ച് വെളിച്ചപ്പാട് ദേവിമാരുടെ നാന്തകവും ചിലമ്പും ഏറ്റുവാങ്ങി നാടിൻ്റെ ഐശ്വര്യത്തിനും ലോകത്തിൻ്റെ സമാധാന ശാന്തിക്കും ഭക്തരെ ദേവി അനുഗ്രഹിച്ച് പൂരം മഹോത്സവം ഘോഷയാത്ര ബ്രഹ്മപുരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ശാസ്തമംഗലം ജംഗ്ഷനിൽ കൂടി വെള്ളയമ്പലം ജംഗ്ഷൻ വഴി തിരിച്ച് ശാസ്തമംഗലം ബ്രഹ്മപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് തൃക്കൊടിയിറക്ക്. ദേവിമാരെ നാന്തകത്തിൽ നിന്നും ചിലമ്പിൽ നിന്നും ആവാഹിച്ച് ആറാട്ട് ആടി ബ്രഹ്മകലശാഭിഷേകം ചെയ്ത് തിരിച്ച് മൂലബിംബങ്ങളിലേക്ക് ആവാഹിക്കുന്നു. ഇതോടെ തിരു ഉത്സവത്തിന് സമാപനം ആകുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ: 29 വർഷമായി കറുത്തവാവ് ദിവസം മുടങ്ങാതെ നടക്കുന്ന ഉഗ്രപ്രത്യങ്കിരാ ശത്രു സംഹാര ഹോമത്തിൽ എല്ലാ ഭക്തന്മാർക്കും പങ്കെടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും മഹാലക്ഷ്മി ദേവിയുടെ നടയിൽ മഹാലക്ഷ്മി പൂജ, ബുദ്ധിസിദ്ധി ഗണപതി പൂജ, ലക്ഷ്മി നാരായണ പൂജ, കുബേര ഭഗവാന്റെയും കുബേര ഭഗവതിയുടെയും പൂജ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ, മൂകാംബിക ദേവിയുടെ പൂജ, ബ്രഹ്മദേവൻ്റെ പൂജ എന്നിവയും നടക്കുന്നു. എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ വകയായി ശ്രീകോവിലിനുള്ളിൽ കിടാവിളക്ക് വഴിപാട്, ഉഗ്രപ്രത്യങ്കിരാ ദേവിക്ക് എല്ലാ ദിവസവും നടഗുരുതിയും മഹാവലിയ ഗുരുതിയും, കൂഷ്മാണ്ഡ വിളക്ക്, നീരാഞ്ജന വഴിപാട്, തുലാഭാര വഴിപാട്, ശത്രു സംഹാര അർച്ചന, ഉണക്കലരി താമ്പൂലത്തോടു കൂടി പടുക്ക വഴിപാട് എന്നിവ ഇവിടെ നടക്കുന്നു. ദിവസവും ഭക്തജനങ്ങളുടെ വകയായി ഉദയാസ്തമന പൂജയും അഷ്ടലക്ഷ്മി പൂജയും നടക്കുന്നു. എല്ലാ ദിവസവും 2 നടയിലും ചുറ്റുവിളക്ക്, നിറമാല, എള്ളുപറ, നെൽപ്പറ, അരിപ്പറ, അവൽപ്പറ, മഞ്ഞൾപ്പറ എന്നിവയും എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭാഗ്യസൂക്ത ഹോമവും നടത്തുന്നു. എല്ലാ മാസവും പൗർണമി ദിവസം
ഗുരുപൂജ, ബുദ്ധിസിദ്ധി ഗണപതി പൂജ, മഹാലക്ഷ്മി പൂജ, ദുർഗാ പൂജ, ശാസ്തമംഗലം ശാസ്താവിന് പൂജ, ബ്രഹ്മരക്ഷസിന് പൂജ, നാഗദൈവങ്ങൾക്കും പൂജ എന്നിവയും നടക്കുന്നു. 29 വർഷമായി പൗർണമി നാളിൽ മുടങ്ങാതെ പൗർണമി പൂജയും നടന്നു വരുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന പൂജാതി കാര്യങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. ഈ പൂജകളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ക്ഷേത്ര വിലാസവുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിലാസം: ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പ്രത്യങ്കര ദേവി ക്ഷേത്രം, ശാസ്തമംഗലം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471272496 9895559402 കൂടാതെ 7902992992 എന്നീ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ക്ഷേത്രം ഒരു സർവ്വമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി: തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും വഴുതയ്ക്കാട് റൂട്ട് വഴി വെള്ളയമ്പലം സ്റ്റോപ്പ് കഴിഞ്ഞ് ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്ററിനുള്ളിൽ ക്ഷേത്ര കവാടം കാണാവുന്നതാണ്. ക്ഷേത്ര തന്ത്രി ശ്രീ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകൾ, ഉപതന്ത്രി ശ്രീ ഈശ്വരൻ നമ്പൂതിരി അവർകൾ, ക്ഷേത്ര മേൽശാന്തി ശ്രീ വിഷ്ണു പോറ്റി അവർകൾ, സഹായ മേൽശാന്തി ശ്രീ കൃഷ്ണൻ പോറ്റി അവർകൾ. ശക്തി സ്വരൂപിണിയായി പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ദേവിമാരായ ബ്രഹ്മപുരത്ത് വാഴുന്ന ശ്രീ മഹാലക്ഷ്മി പ്രത്യങ്കര ദേവി ക്ഷേത്ര ദർശനത്തിലൂടെ നിങ്ങൾക്കോരോരുത്തർക്കും ആദിവ്യാധികൾ മാറി അമ്മമാരുടെ അനുഗ്രഹ കൃപാ കടാക്ഷത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിവിധ ക്ഷേത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.